സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നാൽ വിജിലൻസിനെ ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF കുന്നന്താനം മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും അഴിമതിയിൽ മുങ്ങിയ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുന്നന്താനം നടക്കൽ NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പരാജയഭീതി മൂലമാണ് UDF നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കാൻ LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതിക്കാരെ മുഴുവൻ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഴിമതിയല്ലേ ഈ സർക്കാരിന്റെ മുഖമുദ്ര? സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി ഇവിടെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ, പാർട്ടി സെക്രട്ടറിയുടെ മകൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ. ജനങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഒരു ഭരണം വേണമോ? ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഭരണകൂടം. ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ കഴിയില്ല. സമ്പൂർണമായ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ അഴിമതികൾ ഓരോന്നോരോന്നായി നമ്മൾ പുറത്തു കൊണ്ടുവരും. അടുത്ത UDF ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ അഴിമതിക്കാരെ മുഴുവൻ ജയിലിൽ അടയ്ക്കുന്ന നടപടിയുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം. ഈ ജനവിരുദ്ധ സർക്കാർ പുറത്തു പോകണം. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റ് അട്ടിമറിക്കും. ബാലറ്റിലൂടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമുണ്ട്, UDF അധികാരത്തിൽ വരും. അതിന്റെ മുന്നോടിയാണ് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. UDF മണ്ഡലം ചെയർമാൻ MM റെജി അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ബാബു ജോർജ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രൊഫസർ PJ കുര്യൻ, ജോസഫ് M പുതുശ്ശേരി, പ്രസാദ് കാഞ്ഞിരത്താനം, കുഞ്ഞുകോശി പോൾ, രാജൻ ജോൺ, റെജി തോമസ്, കോശി P സക്കറിയ, PT എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു.